ഇപ്പോൾ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് വയനാട് വിഷൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. കാരണം കൈരളി എത്രയോ കലാവൈഭവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സംഗീത ലോകം എന്ന് പറയുന്നത് മലയാളിക്ക് മറക്കാനാവാത്ത എത്രയോ നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നിരവധി ഗാനരചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, ഗായകരുണ്ട്. പക്ഷേ ഇത്രയും വർഷക്കാലങ്ങളിൽ മലയാള സിനിമ ജന്മം കൊണ്ട കാലം മുതൽ ഈ ഒരു നിമിഷം വരെ മലയാളിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഗാനം ഒളിമങ്ങാതെ, ശോഭമങ്ങാതെ, ഈണം മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു ഗാനമാണ് നമുക്ക് ഓത്തുപള്ളി. അത് മാത്രം പറഞ്ഞാൽ മതി, ഏതൊരാൾക്കും കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗാനം. ഇത് പിറവി കൊണ്ടത് 1979 ആ ഒരു തേൻതുള്ളി എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങി ഈ ഗാനം കേട്ടതിന് ശേഷം അന്നു തൊട്ട് ഇന്നോളം ഈ ഗാനത്തെ മറന്നുകൊണ്ട് മലയാള സംഗീതത്തിന് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ മലയാള സംഗീതത്തിന് മുൻപോട്ടൊരു പ്രയാണമില്ല എന്നാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. വിശിഷ്ടാതിഥിയായി, മുഖ്യ ആകർഷണമായി നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ VT മുരളി സാർ, അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വായിച്ച 1979 എന്ന് പറയുമ്പോൾ 2 വയസ്സ് പ്രായമാണ്. പക്ഷേ എന്നും എക്കാലവും ഏതൊരു വേദിയിലും ഒരു പാട്ട് 2 വരി മൂളാൻ പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുകയും പാടുകയും ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ് ഓത്തുപള്ളി. ഈ ഒരു പാട്ടിൻ്റെ ജനനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 75ാം വാർഷികം നമ്മുടെ ദുബായിൽ അൽനാസർ ലെഷർലാൻഡിൽ ആഘോഷിക്കുമ്പോൾ എത്രയോ പ്രതിഭകൾ അവിടെ വന്നിട്ടുണ്ട്. ദാസേട്ടനുണ്ട്, ജാനകിയമ്മയുണ്ട്, അങ്ങനെ നിരവധി, ചിത്രചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പാട്ടുകളും പാടാനും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു പാട്ട് പാടാൻ അവർക്ക് ആർക്കും പാടാം. അതിന് മുരളി സാറ് തന്നെ വേണമെന്ന് പറഞ്ഞ് സാർ അവിടെ പോയതൊക്കെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ പാട്ടിൻ്റെ ഒരു ഉത്ഭവം, എങ്ങനെയാണ് ഉത്ഭവം എന്ന് പറഞ്ഞാൽ അതൊരു യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ സംഗീത വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛന് അസുഖമായി കിടപ്പുന്ന അച്ഛൻ ഇതിൻ്റെ ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അച്ഛൻ്റെ വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അച്ഛനോട് കാണിച്ച അച്ഛന് ആ ഭാഗത്ത് എല്ലാവരുടെയും ഒരു ഗുരുനാഥനെ പോലെ എല്ലാവരും കണക്കാക്കിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അച്ഛനോട് കാണിച്ചൊരു സ്നേഹവും കൂടിയാണ് എന്നെ അങ്ങനെ ഒരു. അച്ഛന് സുഖമില്ലാതിരിക്കുന്ന സമയത്താണ് സാർ അവിടെ നിന്ന് പോയിട്ട് ഈ പാട്ട് പാടുന്നത്. തീർച്ചയായും. പ്രത്യേകിച്ച് രാഘവൻ മാഷയുടെ സംഗീതം അല്ലേ? അതെ, എൻ്റെ അച്ഛൻ്റെ ഒരു കവിയായിരുന്നു VT കുമാരൻ മാഷ് എന്ന് പറയും. അപ്പോൾ രാഘവൻ മാഷയുടെ ആണ് പാട്ട്. PT അബ്ദുറഹിമാൻ്റെ രചന. അത് പള്ളിക്കര VP മുഹമ്മദിൻ്റെ തേൻതുള്ളി എന്ന നോവലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ സിനിമയാണ്. അത് ഡയറക്റ്റ് ചെയ്ത് വലിയ പ്രശസ്ത സംവിധായകനായ KP കുമാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സവിശേഷതകളായിരുന്നു ആ സിനിമ. പക്ഷേ ആ സിനിമയുടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ സിനിമയുടെ ഒരു ഫിലിമിൻ്റെ കഷ്ണം പോലും ഇപ്പോൾ അവശേഷിപ്പിക്കുന്നില്ല. നെഗറ്റീവ് ഇല്ല, ഒന്നും ബാക്കിയില്ല. ആകെ അവശേഷിക്കുന്നത് ഓത്തുപള്ളി എന്നുള്ള പാട്ട്. എന്തിനാണ് സാർ ഓത്തുപള്ളി മാത്രം മതി? കാരണം അതിലെ ഓരോ വരികളും ഗൃഹാതുരതയാണ്. മയിൽപീലിയൊക്കെ പറയുക, അതിൽ മൊല്ലാക്കയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയിലേക്ക് സാറിനെ കണ്ടപ്പോൾ കുറേ കൂടി ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ഈ ഒരു പാട്ട് ഈ പുതിയ വേദികളിലും സാറ് തന്നെയാണ് പോയിട്ട് പാടുന്നത്, മറ്റൊരാൾ അവിടെ പോയി പാടുന്നില്ല. അത് ധാരാളം പേര് ഈ പാട്ട് പാടുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾ പേരുടെ വോയിസിൽ അത് പാടിയത് കേൾക്കാം. പക്ഷേ എത്ര കേട്ടാലും സാറ് പാടണം, സാറിന്റെ പാട്ട് അതെങ്ങനെ കേൾക്കണം, സ്വാഭാവികമായിട്ടാണല്ലോ. അത് എത്രത്തോളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരുന്നു ആ ഒരു പാട്ട് അന്ന് പാടുമ്പോൾ? കാരണം തുടക്ക കാലങ്ങളിലായിരിക്കുമല്ലോ. അത് രാഘവ മാഷയുടെ സംഗീതം എന്ന് പറയുന്നതിനൊരു പുറം മോടി മാത്രമല്ല, ഒരു ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, ഒരു ആന്തരിക സൗന്ദര്യം കൂടിയുണ്ട്. ആ ആന്തരിക സൗന്ദര്യത്തെ നമ്മളിലേക്ക് പകർന്നു തരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പലപ്പോഴും. അത് കേവലമായ ഈ സംഗീതത്തിൻ്റെ ഒരു ജാടയല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ഒരു ആത്മാവിനെ എങ്ങനെയാണ്. അപ്പോൾ അത് അദ്ദേഹം ബോധ്യപ്പെടുത്തും നമ്മൾ എന്താണ് ഈ പാട്ട്. ആ പാട്ട് മാത്രമല്ല, ഞാൻ രാഘവ മാസ്റ്റർ ധാരാളം പാട്ടുകൾ സിനിമയ്ക്കല്ലാതെ തന്നെ പാടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാടിയിട്ട് സിനിമയ്ക്ക് വേണ്ടി തന്നെ പാടിയിട്ടുണ്ട്. ബാല്യകാല സഖിയിലൊരു പാട്ടുണ്ട്, കാലം പറക്കണം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. 2 വരി. കാലം പറക്കണ മാരി പിറക്കണ രാവ് തണുക്കണ നേരം അതിരില്ല കിസ്സ തൻ കിളിവാതിൽ ചാരത്ത് രാക്കഥ മൂളുന്നതാരോ രാക്കിളി പെണ്ണോ
ആയിരത്തൊന്ന് രാക്കഥ പാടിയ ജിന്നു. ഇതാണ് രാഘവ മാസ്റ്റർ ലാസ്റ്റ് സോങ്. അത് ആ ലാസ്റ്റ് സോങ് ഞാനാണ് പാടിയിട്ടില്ല, മാസ്റ്റർ എന്നെ അങ്ങനെ പാടിക്കണം എന്ന് പറഞ്ഞിട്ട് പാടിച്ചാണ്. മുരളി സാർ ആ സിനിമയിൽ തന്നെ മറ്റൊരു പാട്ടാണ് യേശുദാസ് പാടിയ താമരപ്പൂങ്കാവനത്തിൽ എന്നുള്ള പാട്ട് താമസിക്കുന്നത്. അതും ഈ പാട്ടുകളൊക്കെ ഹിറ്റായി. അതോടൊപ്പം പിന്നെ സാറ് ഏത് വേദികളിലായാലും പറയേണ്ട കാര്യം കൃത്യമായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പോലും സാറ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് വരുന്ന സംഗീത ലോകത്തോട് സാറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മൾ നഷ്ടം ഉണ്ടാവും, നമുക്ക് ലാഭം ഉണ്ടാവില്ല. കോംപ്രമൈസിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്, കോംപ്രമൈസിലാണ്. എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളായാലും നേതാക്കന്മാരായാലും നമ്മുടെ സാംസ്കാരിക രംഗമായാലും ഒക്കെ കോംപ്രമൈസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നിലപാടല്ല കോംപ്രമൈസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോംപ്രമൈസ് എന്ന് പറയുന്നൊരു നിലപാടല്ല. നിലപാടെന്ന് പറഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, എൻ്റെ ഭാഗത്തിലെ ശരി ഏതാണ്, എൻ്റെ ഭാഗത്തിലെ തെറ്റ് ഏതാണെന്നുള്ളതാണ്. പിന്നെ നിലപാടെന്ന് പറയുന്നത് നിലപാടില്ലാത്തൊരു സമൂഹമാണ്, സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമവും കൂടിയാണ് നമ്മുടെ എല്ലാവരും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറയും. ഏതായാലും പുതിയ പാട്ടുകളൊന്നും ദാസേട്ടനടക്കം പല പാട്ടുകളൊന്നും പാടാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ വി ടി മുരളി എന്ന അത് പ്രായം കൂടി പോയോണ്ടും കൂടിയാ, അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രായം കൂടിയാൽ പാടാനും പറ്റൂല. യേശുദാസ് മാത്രമല്ല ആർക്കും ആർക്കായാലും. അല്ല വി ടി മുരളി നമ്മളെ യേശുദാസിന് മാത്രം ഇങ്ങനെ ഭയങ്കര ദൈവതുല്യനാക്കി കാണേണ്ട കാര്യമൊന്നുമില്ല. ദേവസ്വം മനുഷ്യനാണ്. ആ മനുഷ്യന് ഒരു 80-90 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. എസ് ജാനകിക്ക് പാടാൻ പറ്റുമോ? പി സുശീലക്ക് പാടാൻ പറ്റുമോ? അതെന്താ പറയാത്തെ? ഇവരെല്ലാ ഗണത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അല്ല സാർ അതുകൊണ്ടാണ് നിലപാട് കൃത്യമായിട്ട് പറയാനുള്ളൊരു ധൈര്യം എവിടെയും കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സാർ ആദ്യം ആ പാട്ടുപാടി വി ടി മുരളി എന്ന ഗായകന്റെ ശബ്ദം ഇന്നും മലയാള സംഗീത ചരിത്രത്തിൽ അങ്ങനെ നിൽക്കുന്നു. പിന്നീട് അധികം അവസരങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കേണ്ടതല്ലല്ലോ, നിങ്ങൾ തരണ്ടല്ലേ. നിങ്ങൾ തരാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? എന്നെ ഇഷ്ടമുണ്ട്. ഇത്രയും കാലം ആ പാട്ട് നല്ലതെന്നു നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ എന്നെ വിളിക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? സാറിന്റെ എന്റെ ചോദ്യത്തിന് മറുപടി പറയും. തീർച്ചയായും. അല്ല അന്നേരങ്ങള് ഗാനഗന്ധർവൻ വേണം, മറ്റേ ഭാവഗായകൻ വേണം, മറ്റേ മയില് വേണം, കുയില് വേണം എന്നൊക്കെ പറയും. അല്ല പക്ഷേ അപ്പം നിങ്ങൾ എന്നെന്താ ആലോചിക്കാത്ത? ഇത്രയും കാലം ഈ പാട്ട് നിലനിന്നു, എന്നാൽ അയാളെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ അത് ഞാനല്ല തീരുമാനിക്കണം, നിങ്ങൾ തീരുമാനിക്കണം. അല്ല സാർ, നിങ്ങൾ മീൻസ് ജനം, മനസ്സിലായി, പിന്നിൽ പ്രവർത്തിക്കുന്നവർ. തീർച്ചയായും. അല്ല സാറ് സ്വന്തമായിട്ട് അതൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ സാറിന് തോന്നിയിട്ടുള്ളത് എന്താണ്? സ്വന്തമായിട്ട് ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കലാകാരനും സ്വന്തമായിട്ട് വിലയിരുത്തും. മറ്റുള്ളവരുടെ അജ്ഞതയിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ ഒരുപാട് ഡിഫക്ട്സ്, ഒരുപാട് തകരാറുകൾ നമ്മൾ സ്വന്തം പാട്ടുകൾക്കും സ്വന്തം സൃഷ്ടികൾക്കൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം എത്ര പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതിനും ഭാവപരമായ പെർഫെക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന പാട്ടിന് ഒരു 70% ഒരു ഗായകന് പാടാൻ പറ്റുള്ളൂ. അയാളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടാവും ബാക്കി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു വിഷയം. ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. 50 വർഷത്തോളം കാലം, അതായത് 78 പാട്ട് റെക്കോർഡ് ചെയ്തത്. ഇപ്പോൾ 2028 വന്നാൽ ഈ പാട്ടുണ്ടായിട്ട് 50 വർഷമായി. 79 പുറത്തിറങ്ങുന്നത്, സിനിമ ആയിട്ട് വരുന്നത്. അപ്പോൾ 78 റെക്കോർഡ് ചെയ്ത പാട്ട് ഈ 2028 വന്നാൽ 50 വർഷമായി. 50 വർഷം, ഒരു അരനൂറ്റാണ്ട് ആ പാട്ട് നിലനിന്നു എന്ന് പറയുന്ന ഒരു വ്യത്യാസം, അത് പ്രത്യേകതയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് പിന്നെ വിളിക്കാഞ്ഞത്? ഞാൻ എന്താ പറയാൻ മറുപടി? തീർച്ചയായും അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി എൻ്റെ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സംഗീത ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് സാറിനോട് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഓത്തുപള്ളിയിൽ അന്നു നമ്മൾ, ഇപ്പൊ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിനായ പ്രേക്ഷകരുണ്ട്. അവരിലേക്ക് ഓത്തുപള്ളിയിൽ അന്നു നമ്മൾ എന്ന ഗാനം എത്ര തവണ കേട്ടാലും എവിടെയെങ്കിലും വെച്ചിട്ട് അത് ഓഫാക്കണമെന്നോ കേൾക്കണ്ട എന്നോ ഒഴിവാക്കണമെന്നോ തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നും ഏത് വേദിയിൽ പാടിയാലും ആളുകൾ കേട്ടിരിക്കുന്ന ഗാനം, സ്കൂളിൻ്റെ മദ്രസയുടെ പഠനകാലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു കാലം, മയിൽപ്പീലി തുണ്ട് വെച്ചിരുന്ന കാലം. ഇപ്പോൾ സാറിന്റെ ശബ്ദത്തിൽ തന്നെ ആ പാട്ട് വയനാട് വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അത് എന്താ അറിയോ, ഈ പാടാൻ ഇവിടെ കുറച്ച് പ്രയാസമുണ്ട്. ആ മറ്റ് ശബ്ദം ഒരു 2 വരി സാറിന്റെ ശബ്ദത്തിൽ കേട്ടാൽ ഒരു സന്തോഷമായിരുന്നു. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം.
കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. എത്ര കേട്ടാലും മതി വരില്ല സാർ, കാരണം ഇത് പാടിയ പാടിയാൽ എനിക്ക് മതി വരും, അതാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണ് സാർ? നിങ്ങൾ കേട്ടാ പാടിയാല് ഞാൻ 1978 മുതൽ പാടാൻ തുടങ്ങി. പക്ഷെ ഇന്നും ആളുകൾക്ക് മടുപ്പില്ല. അങ്ങനെ ഒരു സംഗീതം വളരെ കുറവാണ് മലയാളത്തിൽ, പ്രത്യേകിച്ച്. ഏതായാലും രാഘവൻ മാസ്റ്ററുടെ ആ മഹത്തായ സംഗീതത്തെ 50 വർഷക്കാലമാകാൻ പോകുന്നു 2028 വരുമ്പോൾ. ഇന്നും നെഞ്ചേറ്റുന്ന മലയാളികൾക്ക് മുന്നിലേക്ക്, വയനാട് വിഷന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് VT മുരളി എന്ന പ്രതിഭാധനനായ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ഇഷ്ടഗായകനെ എത്തിക്കാൻ സാധിച്ചതിൽ, നിങ്ങളോടൊക്കെ ഒന്ന് പങ്കുവെക്കാൻ അദ്ദേഹവുമായി അല്പം നിമിഷം ലഭിച്ചതിൽ വലിയ സന്തോഷം. താങ്ക് യു സർ. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ, തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.